അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞായറാഴ്ച നല്ല മഴയൊക്കെയുള്ള ദിവസമായിട്ട് നമുക്കൊരു വിശിഷ്ട അതിഥി ഉണ്ട്. നമ്മുടെ മേലൂക്കാരനായിട്ടുള്ള ഒരു കലാകാരനാണ്. ബ്രേക്ക് ഡാൻസിന് അങ്ങനെ പ്രത്യേകിച്ച് മാസ്റ്റർ ഒന്നുമില്ലല്ലോ അളിയാ. ഓക്കേ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഒരു നല്ല ഞായറാഴ്ചയാണ്, നല്ല മഴയുള്ള ദിവസമാണ്. അപ്പോൾ ഇന്ന് നമുക്കൊരു വിശിഷ്ട അതിഥി ഉണ്ട്. അപ്പോൾ നമ്മുടെ ചാലക്കുടിക്കാരുടെ അല്ല, കേരളക്കാരുടെ തന്നെ മൈക്കിൾ ജാക്സൺ എന്നറിയപ്പെടുന്ന സിബി ആണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പൊ സിബി നമ്മുടെ സ്വന്തം നാട്ടുകാരനാണ്. അത് പലർക്കും അത് അറിയില്ല. പിന്നെ മേലൂക്കാർക്ക് കുറച്ചു പേർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ സിബിയുടെ അടുത്താണ് ചോദിക്കാം. സിബിയുടെ സ്വന്തമായിട്ടൊന്ന് പരിചയപ്പെടുത്തും. അവിടെ മേലൂരത്തെ വിശേഷങ്ങളും മേലൂര് സിബി ജനിച്ചു വളർന്ന കാര്യങ്ങളും എന്തുകൊണ്ട് സിബിനെ കുറച്ച് ആൾക്കാർ കൂടുതൽ അറിയില്ല എന്നതിന്റെ കാരണം സിബി തന്നെ പറയും. ഞാൻ മുന്നേ പൂലാനിലായിരുന്നു താമസിക്കുന്നത്. അപ്പോൾ പലർക്കും എന്നെ അറിയാത്ത മെയിൻ കാരണം അതാണ്. ഞാൻ ഇപ്പോൾ 10 വർഷമായിട്ടുള്ളൂ ഞങ്ങളിവിടെ ഈ വയലും. പിന്നെ ഞാൻ അധികം ആൾക്കാരോട് അധികം മിംഗ്ലിങ് ചെയ്യാറില്ല. എൻ്റെ അനിയനാണ് ഏറ്റവും കൂടുതൽ അറിയുന്നത്, ഏറ്റവും കൂടുതൽ മേലൂരായാലും. പിന്നെ കൂടുതലും എന്നെ അറിഞ്ഞത് ചാനൽ പരിപാടിയാണ്. ചാനലിൽ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും എന്നെ കൂടുതൽ അറിയാൻ തുടങ്ങിയത്. അതുവഴി തന്നെയാണ് ഈ സിനിമയിലേക്കും എനിക്ക് ചാൻസ് കിട്ടിയത് തന്നെ. മൂവ എന്ന നമ്മുടെ സ്വന്തം പല്ലിശ്ശേരിയുടെ സിനിമയിലെ സുര എന്നൊരു കഥാപാത്രമാണ് നമ്മുടെ സിബി ചെയ്തത്. അപ്പൊ ആ സുര എന്ന കഥാപാത്രമാണ് ആ പടത്തില് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഈ സുര എന്ന കഥാപാത്രം ചെയ്ത നമ്മുടെ മേലൂക്കാരൻ സിബി തന്നെയാണ് അതിലെ നട്ടെല്ലായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാര്യങ്ങളെല്ലാം നിൽക്കുന്നത്. അപ്പൊ അത് നമുക്കൊരു അഭിമാനം കൊള്ളാവുന്ന ഒരു സംഭവമാണ്. നമ്മുടെ ചാലക്കുടിയില് നമ്മുടെ മണിച്ചേരന്റെ പേരിലാണ് ചാലക്കുടി അത്ര പ്രസിദ്ധമായത്. അപ്പൊ ചാലക്കുടിയിൽ ഇപ്പൊ രണ്ടാമത് പ്രസിദ്ധമായത് നമ്മുടെ സിബി തന്നെയാണ്. അതിലൊരു മാറ്റവും ഇല്ല. സിബി പല ഇന്റർവ്യൂകളിലും അതായത് മേലൂരിൽ നിന്ന് പല ആൾക്കാർക്ക് അറിയാത്തതുകൊണ്ട് സിബി കൂടുതലും ചാലക്കുടിക്കാരൻ എന്നാണ് പറയുന്നത്. പക്ഷെ ചാലക്കുടിക്കാരൻ തന്നെയാണ്. പക്ഷെ നമ്മുടെ മേലൂർ പഞ്ചായത്തിൽ ജീവിക്കുന്ന നമ്മുടെ സ്വന്തം അയൽവക്കാരൻ തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് സിബി ഈ നമ്മുടെ സിനിമയിലേക്കും ഇതേപോലെ ഇപ്പൊ വരാണ്ടായ കുറച്ച് കാരണങ്ങളുണ്ട്. സിബി ചെറുപ്പം മുതലേ ഒരു ബ്രേക്ക് ഡാൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ സിബിക്ക് സിനിമയിൽ ആർക്കായാലും നമുക്ക് ഒരു ഡാൻസും കാര്യങ്ങളും ഒന്നും അറിയില്ലെങ്കിലും നമുക്കൊരു ആഗ്രഹമുണ്ട് സിനിമയിൽ ഒന്ന് മുഖം കാണിക്കുക എന്നുള്ളൊരു ആഗ്രഹം നമുക്ക് എപ്പോഴും ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഒരു സ്ക്രീനിലേക്ക് നമ്മുടെ ഫേസ് വരുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട്. ആ ഒരു സന്തോഷം സിബിക്കും ഉണ്ട്. സിബി കുറെ നാളായിട്ട് പുറത്തേക്ക്, ഞാൻ പല ഇന്റർവ്യൂവിൽ കേട്ടേക്കുന്നതാണ്, പുറത്തേക്കൊക്കെ ഒരു പ്രോഗ്രാമിൽ പോകാൻ കൊതിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അതിലും വലിയൊരു സംഭവമാണ് ഇപ്പൊ സിബിക്ക് വന്നു കിട്ടിയത്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ സിബിക്ക് എന്താ പറയാനുള്ളത് നമുക്ക് വേണം. ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ചാനൽ വഴിയാണ് എനിക്ക് ആദ്യമായിട്ട് ഈ സാർ കണ്ടിട്ട് ഡയറക്ടർ സാർ കണ്ടുപിടിക്കുന്നത്. അപ്പം അതുണ്ടാക്കിയ ഒരു മാറ്റം ഭയങ്കര തന്നെയാണ്. കാരണം വെച്ചാൽ ഞാൻ ഏറ്റവും വലുത് ഈ നമ്മുടെ ഡി സിനിമാസിലായിരുന്നല്ലോ അതിന്റെ ഷോ നടന്നത്. അപ്പോൾ നമ്മുടെ നാട്ടുകാരെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഷോയ്ക്ക് ഞങ്ങൾ ഫുൾ ടീം വന്ന് അത് ഭയങ്കരമായിട്ടൊരു അനുഭവം തന്നെയാണത്. അത് എന്ന് പറഞ്ഞാല് എന്താ പറയാ, പറഞ്ഞറിയിക്കാൻ പറ്റിയ സന്തോഷമായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടുകാരും നമ്മളെ സ്ഥിരം കാണുന്ന ആൾക്കാർ വന്നിട്ടാണ് നമ്മൾ വന്നിട്ട് പടം നന്നായിരുന്നു, നീ ചെയ്ത ക്യാരക്ടർ, ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഡയറക്ടറിനായാലും ഫുൾ ടീമിനായാലും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. ഈ പറഞ്ഞ പോലെ സിനിമയിലേക്ക് വരാനും കഷ്ടപ്പാടാന്ന് വെച്ചാൽ ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. സിനിമ എന്നുള്ളത് എൻ്റെ ഒരു ലൈഫേ അല്ല. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരിക്കുന്നത് പുറത്തേക്ക് പോവുക, ഡാൻസ് ചെയ്യുക, പുറത്ത് ഷോ ചെയ്യുക, അങ്ങനെയൊക്കെയാണ് ജാക്സനെ പോലെ തന്നെ. പക്ഷെ ഇത് വേറൊരു എന്താ പറയുക, നമ്മൾ അറിയാണ്ട് വന്ന് പെട്ടതാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അത് വലിയൊരു എന്താ പറയില്ലേ, ഭയങ്കര വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് കിട്ടിയത്. കാരണം മൂവിക്ക് വേണ്ടി ഒരുപാട് പേര് ഇതിനു വേണ്ടി ഇങ്ങനെ പ്രബന്ധിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ലക്കാണ് ഈ ഒരു സിനിമയിലേക്ക് വന്നു തന്നെ. പിന്നെ അതുവഴി എനിക്കിപ്പോ ഒരുപാട് ഇന്റർവ്യൂസ് ചെയ്യാൻ പറ്റിയിരുന്നു. ഒരുപാട് ആൾക്കാർ വന്ന് മെസ്സേജുകൾ വഴിയായാലും കോളിംഗ് ആയാലും എല്ലാവരും വന്ന് അങ്ങനെ പറയും നന്നായി ചെയ്തു എന്നുള്ളൊരു, അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഇതുകൊണ്ടുണ്ടായ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് എനിക്ക് കിട്ടിയത്. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എന്നെ അറിഞ്ഞു. അതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് തന്നെ.
ഇപ്പൊ നമ്മുടെ നാട്ടിലായാലും എല്ലാ ആൾക്കാർക്കും ഇപ്പൊ ഒരുവിധമൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വെച്ചാ ഇപ്പോഴാണ് നമ്മുടെ ആള് മേലൂരിൽ പക്ഷെ ഇതില് മനോരമയിലെ ചെയ്തിരുന്നത്. ആ പ്രോഗ്രാം ചെയ്തപ്പോ ചാലക്കുടിക്കാരനാണെന്നുള്ളൊരു അറിവ് എല്ലാവർക്കും ലഭിച്ചിരുന്നു. പക്ഷെ പ്രോപ്പർ ഇത് എവിടെയാണ് എന്നുള്ളൊരു അഡ്രസ് ആർക്കും ഉണ്ടായിരുന്നില്ല അല്ലെ. ഇപ്പൊ ഫിലിം വന്നപ്പോ പല സ്ഥലത്ത് ഫ്ലെക്സുകളും കാര്യങ്ങളും വന്നു. അപ്പോഴാണ് പല ആൾക്കാർക്ക് മനസ്സിലായത് ഒരു വ്യക്തി മേലൂരിൽ നിന്നുള്ളൊരു കാര്യം അല്ലെ. സ്വന്തം മേലൂർക്കാരനായ നമ്മുടെ മൈക്കിൾ ജാക്സൺ, ഇനിയും നമ്മളെല്ലാവരും മൈക്കിൾ ജാക്സൺ എന്നാണ് വിളിക്കുന്നത്. സിബിയുടെ പേര് മാറ്റി അപ്പൊ നമ്മൾ മേലൂർക്കാരനായ ഈ മൈക്കിൾ ജാക്സൺ, ചാലക്കുടിക്കാരനായ മൈക്കിൾ ജാക്സൺ, കേരളത്തിലെ മെയിൻ മൈക്കിൾ ജാക്സൺ ആയിട്ട് ഇപ്പൊ നമ്മുടെ സിബിനെ അറിയപ്പെടുന്നത്. അപ്പൊ നമ്മുടെ നാട്ടുകാരുടെ, അതായത് കേരളത്തിലെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. പ്രത്യേകിച്ച് നമ്മുടെ മേലൂർക്കാര് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അപ്പൊ നമ്മുടെ ഈ സിബിനെ നമ്മ മേലൂർക്കാരെ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. ഇനിയിപ്പോ സിബിയുടെ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പോഴും നമ്മുടെ തിയേറ്ററിൽ അത് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും പോയി കാണണം. ഞാൻ പറഞ്ഞ സംഭവങ്ങൾ തിയേറ്ററിൽ, അതായത് ആ സ്ക്രീനിൽ എന്താണ് സിബി അവതരിപ്പിച്ചേക്കണേ എന്നുള്ള കാര്യം നിങ്ങൾ സ്ക്രീനിൽ പോയി കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. എന്തുകൊണ്ടാണ് സിബി ഇത്ര എല്ലാ യൂട്യൂബ് ചാനലുകളിലൊക്കെ ഇത്ര പ്രശസ്തമായി നിൽക്കുന്നതിന്റെ കാരണം നിങ്ങൾ സ്ക്രീനിൽ ചെന്നാൽ മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ. അപ്പൊ കാണാത്ത എല്ലാവരും ഈ സിബിയുടെ ഫസ്റ്റ് ചിത്രമാണ്. ആ ചിത്രം നിങ്ങൾ നമ്മുടെ തിയേറ്ററിൽ പോയി കാണണം. സിബിനെ ഇപ്പോഴല്ല എപ്പോഴും പ്രോത്സാഹിപ്പിക്കണം. ഇനിയും നമുക്ക് സിബിക്ക് കുറെ സിനിമകളും കുറെ സ്റ്റേജ് പ്രോഗ്രാമും ഇനിയൊക്കെ നമുക്ക് യൂട്യൂബിൽ കാണാൻ പോകുന്നത് സിബി അമേരിക്കയില്, ഖത്തറില്, ദുബായില് അങ്ങനത്തെ സ്റ്റേജ് പ്രോഗ്രാമുകൾ സംഭവിക്കട്ടെ. അങ്ങനെ സംഭവിക്കുന്ന തന്നെയാണ് നമുക്ക് ആഗ്രഹം. സിബിക്കും അങ്ങനെ തന്നെയാണ് ആഗ്രഹം. അപ്പൊ ആഗ്രഹം സഫലമാകട്ടെ. അപ്പൊ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും, നമ്മുടെ മേലൂരിന്റെ എല്ലാ ആശംസകളും നമ്മൾ സിബിക്ക് നേരുന്നു. എന്നെ ഇത്രയും നാള് ഇതിനൊരു കലാകാരനായി മേലൂർ നിവാസികൾക്കും നമ്മുടെ നാട്ടുകാർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അത് തന്നെയാണ് എൻ്റെ ഒരു ആ സപ്പോർട്ട് തന്നെയാണ് എനിക്ക് ശരിക്കും ഇതൊരു സിനിമയിൽ വരെ എത്തിയത് തന്നെ. അപ്പൊ എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും എന്താ പറയുക സപ്പോർട്ട് ചെയ്യുക, അത്ര മാത്രമേ പറയാനുള്ളൂ. ഇനി അപ്പൊ ഈ തിരക്കിലും ഈ ഞായറാഴ്ച ഈ രാവിലെ തന്നെ എന്റെ വീട്ടിലേക്ക് വരാനും ഈ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാനും സിബി വിളിച്ചപ്പോ ഓടി വന്നേലും വളരെ നന്ദിയുണ്ട്. ഓക്കെ.